നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അഴീക്കൽ തുറമുഖം സന്ദർശിച്ച് മന്ത്രി VN വാസവൻ. ഗോഡൌൺ നിർമ്മാണത്തിന് 5.5 കോടി രൂപ. ശുദ്ധജലം ഉറപ്പാക്കാനും പദ്ധതികൾ. തുറമുഖ വികസനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ടെന്നും മന്ത്രി. ഒരു വീട്ടിൽ ഒരു ഖാദി വസ്ത്രം. ഓണക്കാല ഖാദി മേളയ്ക്ക് തുടക്കമായി. സ്റ്റാളിൽ 30% റിബേറ്റും സമ്മാന പദ്ധതികളും. ഓണക്കാലത്തെ പ്രവർത്തനം രാത്രി 8:30 വരെ. കാഞ്ഞിരോട് ബസാറിൽ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. പൊളിക്കുന്നത് അപകടകരമായ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന കെട്ടിടങ്ങൾ. ഇലക്ട്രിക് പോസ്റ്റുകൾ കൂടി മാറ്റണമെന്ന ആവശ്യം. നടപടി വൈകിയത് അലൈൻമെന്റിലെ അവ്യക്തത കാരണം. വാർത്തകൾ വിശദമായി. അഴീക്കൽ തുറമുഖത്തിന് ഗോഡൌൺ നിർമ്മാണത്തിനായി 5.5 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചു. അഴീക്കൽ തുറമുഖ സന്ദർശനത്തിന് ശേഷം ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന് ശുദ്ധജലം ഉറപ്പാക്കുവാൻ 2 കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഏതൊരു തുറമുഖത്തിനും ചരക്ക് സൂക്ഷിക്കാൻ ഗോഡൌൺ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണെന്നും അതിനാൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ട കാര്യങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അഴീക്കൽ തുറമുഖത്തിലെ ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾ മൺസൂൺ കഴിഞ്ഞ് ആരംഭിക്കും. നിലവിലെ 2.5 മീറ്റർ ആഴം 4 മീറ്ററിൽ കൂടുതലായി ഉയർത്താൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തുറമുഖത്തിന് ശുദ്ധജലം ഉറപ്പാക്കാൻ 2 കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്ത് അഴീക്കൽ, ബേപ്പൂർ, കൊല്ലം തുറമുഖങ്ങളുടെ വികസന കുതിപ്പിന് കാരണമാകുമെന്നും മദർഷിപ്പിൽ വിഴിഞ്ഞത്ത് വരുന്ന കണ്ടെയ്നറുകൾ ഈ തുറമുഖങ്ങളിലേക്ക് അയക്കാൻ സാഹചര്യങ്ങൾ വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിനുവേണ്ടിയുള്ള ഡ്രഡ്ജിംഗ് പോലുള്ള അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആദ്യത്തെ മദർഷിപ്പിൽ നിന്ന് 2000 കണ്ടെയ്നറുമായി വന്നിട്ട് അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം കൽക്കട്ടയ്ക്കും ബോംബെയ്ക്കും അത് വിശാഖപട്ടണത്തിനും ഗുജറാത്തിനും ഒക്കെയാണ് ഇപ്പം നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതേതാണ്ട് തീർന്നു കഴിഞ്ഞിരിക്കും. ഇനി അത് നമ്മുടെ കേരളത്തിൽ തന്നെ ബേപ്പൂരിലും അഴീക്കലും കൊല്ലത്തിനും ഒക്കെ അയക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വരികയാണ്. അപ്പോൾ അതോടുകൂടി നമ്മുടെ സാധ്യതകൾ വിപുലീകരിക്കപ്പെടുകയാണ്. ആ വിപുലീകരിക്കപ്പെടുമ്പോൾ ഒരു ഷിപ്പ് വരണമെങ്കിൽ ആ ഷിപ്പിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറിൽ അതിപ്രധാനമാണ് ജലത്തിൻ്റെ ആഴം. ആ ആഴം ടച്ച് ചെയ്തുകൊണ്ട് മാത്രമേ എപ്പോഴും നമുക്ക് ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം. അങ്ങനെ നിർത്തിക്കൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട അഴീക്കലുണ്ടാകുന്ന പുരോഗതി 1. 2, നമ്മൾ മറ്റൊരു കാര്യം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ടൂറിസവുമായി ലിങ്ക് ചെയ്ത് ക്രൂയിസ് ഷിപ്പ് നമ്മൾ പ്രധാനമായി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതിൽ തുറമുഖം എന്ന രൂപത്തിൽ നമ്മൾ അഴീക്കലിനെയും ബന്ധിപ്പിച്ച് ബേപ്പൂരും അതുപോലെ കൊച്ചിയും കൊല്ലവും വിഴിഞ്ഞുമെല്ലാം കേന്ദ്രീകരിച്ചാണ് അത് ആലോചിക്കുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചിരുന്നു. 12 കൂട്ടർ കോട്ട് ചെയ്തിരുന്നു. അവരുമായി ചർച്ച ചെയ്ത് 4 കൂട്ടരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ക്രൂയിസ് ഷിപ്പ് സർവീസ് വിഴിഞ്ഞം, കൊല്ലം, കൊച്ചി, ബേപ്പൂർ, അഴീക്കൽ ബന്ധിപ്പിച്ചു തുടങ്ങാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് 1200 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് കപ്പൽ യാത്രാ സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഭാവിയിൽ ഇത്തരം സർവീസുകൾ ബേപ്പൂർ പോലുള്ള തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സുമായി ഈ മാസം തന്നെ ചർച്ചകൾ നടത്തി ഏറ്റവും അടിയന്തരമായി കാർഗോ സർവീസ് ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി അറിയിച്ചു. അഴീക്കൽ തുറമുഖത്തിന്റെ പശ്ചാത്തല വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഈ മാസം കൂടുന്ന മാരിടൈം ബോർഡിന്റെ മീറ്റിംഗിൽ KV സുമേഷ് MLA കൂടി ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ KV സുമേഷ് MLA, മുൻ MLA M പ്രകാശൻ മാസ്റ്റർ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ്, മാരിടൈം ബോർഡ് CEO ഷൈൻ A ഹക്ക്, പോർട്ട് ഓഫീസർ T ദീപൻ കുമാർ, ജനപ്രതിനിധികൾ, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TK രമേഷ് കുമാർ, അംഗങ്ങൾ, വിവിധ ഉദ്യോഗസ്ഥർ എന്നിവരോടൊപ്പമാണ് തുറമുഖം സന്ദർശിച്ചത്. തുറമുഖ വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് മന്ത്രി അഴീക്കൽ പോർട്ട് സന്ദർശിച്ചത്. ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റി കണ്ണൂർ അധ്യാപക ശില്പശാലയും ആദരവും സംഘടിപ്പിച്ചു. ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഏറ്റവും മാതൃകാപരമായ സേവന സന്നദ്ധരായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ മക്കളെയും യുവക്കളെയും യുവതികളെയും എല്ലാവരെയും കണ്ടു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഹ്വാനം പോലെ ജാതിമത ചിന്തകൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ എല്ലാം വിസ്മരിച്ചുകൊണ്ട് മാനവധർമ്മത്തിൻ്റെ വിളംബരം, അതാണ് കാണുന്നത്. അവിടെ ഞങ്ങൾ കേട്ട ആത്മനാഥം ഇപ്പോഴും മനസ്സിൽ കിടക്കുകയാണ്. എന്നവരോട് പറയും, കരയരുതെന്നോ സമാധാനിക്കണമെന്നോ പറയാൻ എന്താണ് വാക്കുകൾ ഒന്നുമില്ല.
അത് കേൾക്കാൻ കരയുന്നവരെ കണ്ണീര് കൈകൊണ്ട് എടുക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ പറഞ്ഞ് കാരണം കുറ്റമല്ല. ഒരു മകൻ ആ വീട്ടിലെ 11 അംഗങ്ങൾ വിളിച്ചു, അവശേഷിക്കുന്ന മകൻ എങ്ങനെ മകൻ ജീവിപ്പിക്കാൻ കഴിയും? NT സുധീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. 2 കുട്ടികളുടെ ജീവൻ രക്ഷിച്ച കരിയാട് നമ്പ്യാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ PK ഹൃദുനന്ദ്, PK ശ്രീഹരി, സംസ്ഥാന അധ്യാപക കൗൺസിലർ അവാർഡ് ലഭിച്ച മുഹമ്മദ് കീത്തേടത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ PM കൃഷ്ണപ്രഭ മാസ്റ്റർ, സർവീസിൽ നിന്നും വിരമിച്ച JRC കൗൺസിലർമാരായ P അബ്ദുൾ ലത്തീഫ്, ഹരീഷ് മണ്ടിയത്ത്, മനോജ് കുമാർ, PP സുധ തുടങ്ങിയവരും ആദരവ് ഏറ്റുവാങ്ങി. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ ചെയർമാൻ KG ബാബു, സെക്രട്ടറി TK ശ്രീധരൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിർമ്മല KP എന്നിവർ സംസാരിച്ചു. JRC ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് കീത്തേടത്ത്, ഉപജില്ലാ കോർഡിനേറ്റർ N ശോഭ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി കണ്ണൂർ നോർത്ത് ഉപജില്ലാ കമ്മിറ്റി സാഹിത്യ സെമിനാർ സംഘടിപ്പിച്ചു. M മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരങ്ങളും എന്ന വിഷയത്തിൽ കണ്ണൂർ ഗവൺമെന്റ് TTI മെന്നിൽ വെച്ച് നടന്ന സെമിനാർ കണ്ണൂർ നോർത്ത് BBC KC സുധീർ ഉദ്ഘാടനം ചെയ്തു. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലാകെയും ജീവിച്ചവരാണ് എന്ന് അന്ന് മുകുന്ദനോട് തന്നെ സംസാരിച്ച് അവിടെ ഉറപ്പിക്കുകയുണ്ടായി. പല കഥകളും ആ രീതിയിൽ തൻ്റെ ചുറ്റുവട്ടത്തുള്ള നേരത്തെ ഇബ്രാഹിം മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലുള്ള കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ, ആ സന്ദർഭങ്ങളെ അടർത്തിയെടുത്ത് വലിയ കൃതികളായി രൂപപ്പെടുത്തുകയും ഓരോ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ പേരുകൾ മാറ്റമാണെന്നേ ഉള്ളൂ, അതുപോലെ തന്നെ സൃഷ്ടിക്കുകയും ചെയ്ത് ജീവൻ തുളുമ്പുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള വലിയ ഒരു കഥാകാരനാണ് മുകുന്ദൻ എന്ന് നമുക്കറിയാം. TTI പ്രിൻസിപ്പൽ ഇബ്രാഹിം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അഭിലാഷ്, മധു, നിഷാറാണി, സുരേഷ്, വിജയശ്രീ, ഹർഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ചക്കരക്കൽ മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്പോർട്സ് ക്ലബിന്റെയും ഒളിമ്പിക് കോർണറിന്റെയും ഉദ്ഘാടനം സ്കൂളിൽ നടന്നു. ചക്കരക്കൽ പോലീസ് ഇൻസ്പെക്ടർ MP ആസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒരു ഫുട്ബോൾ കളിച്ചാൽ അതിന്റെ റിസൾട്ട് എന്തൊക്കെയാ? ജയം ഉണ്ടാകും, തോൽവി ഉണ്ടാകും, സമനില ഉണ്ടാവും അല്ലേ? അപ്പൊ 3 അവസ്ഥയുണ്ടാവും ഒരു കളിയിൽ. നമ്മുടെ ജീവിതം ഒരു കളിയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 3 സംഭവിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്താവാം? ജയിക്കാം, പരാജയപ്പെട്ടു പോകാം, അല്ലെങ്കിൽ സമനിലയിൽ ആകാം അല്ലെ? അപ്പൊ നിങ്ങള് ഇപ്പൊ ഒരു 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും നിങ്ങളുടെ തലയിലേക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഫുൾ A+ വാങ്ങിക്കുക എന്നുള്ളത് അല്ലെ? എല്ലാവരും ഒരു A+ വാങ്ങിക്കണം, A+ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്താണ്? തോൽവിയാണ് അല്ലേ? നിങ്ങൾ ഫുള്ള് കിട്ടിയാല് ജയമാണ്. ചിലപ്പോ 10 2 കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു സമനിലയിലും വരാം അല്ലെ? അങ്ങനെയുള്ള ഒരു അവസ്ഥയില് ആ ഒരു വിജയവും പരാജയവും സമനിലയും നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മുടെ ജീവിതത്തില് സ്പോർട്സിൽ കൂടി മാത്രമേ നമുക്ക് അത് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് കൂടി കിട്ടൂ. അതുകൊണ്ട് തന്നെയാണ് ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ ചിലർക്ക് ജീവിതത്തിൽ ഒളിച്ചോടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെ ഒളിച്ചോടേണ്ടവരല്ല എന്നും അടുത്ത ഒരു കളിയിൽ കൂടി എനിക്ക് വിജയിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടണമെങ്കിൽ അത് കളിയിൽ കൂടി മാത്രമേ കിട്ടൂ. സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ പ്രമോദ് അധ്യക്ഷത വഹിച്ചു. കായിക അധ്യാപകൻ MT മുരളീധരൻ, അന്താരാഷ്ട്ര റഫറി TV അരുണാചലം, മലബാർ TTI പ്രിൻസിപ്പൽ ശ്രീജ മഠത്തിൽ, അധ്യാപികമാരായ CP പ്രിയ, NK മായ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇടവേളക്കുമ്പോൾ പ്രധാന വാർത്തകൾ വീണ്ടും. അഴീക്കൽ തുറമുഖം സന്ദർശിച്ച് മന്ത്രി VN വാസവൻ. ഗോഡൌൺ നിർമ്മാണത്തിന് 5.5 കോടി രൂപ. ശുദ്ധജലം ഉറപ്പാക്കാനും പദ്ധതികൾ. തുറമുഖ വികസനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ടെന്നും മന്ത്രി. ഒരു വീട്ടിൽ ഒരു ഖാദി വസ്ത്രം. ഓണക്കാല ഖാദി മേളയ്ക്ക് തുടക്കമായി. സ്റ്റാളിൽ 30% റിബേറ്റും സമ്മാന പദ്ധതികളും. ഓണക്കാലത്തെ പ്രവർത്തനം രാത്രി 8:30 വരെ. കാഞ്ഞിരോട് ബസാറിൽ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. പൊളിക്കുന്നത് അപകടകരമായ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന കെട്ടിടങ്ങൾ. ഇലക്ട്രിക് പോസ്റ്റുകൾ കൂടി മാറ്റണമെന്ന ആവശ്യം. നടപടി വൈകിയത് അലൈൻമെന്റിലെ അവ്യക്തത കാരണം. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ
സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഖാദി ടവറിൽ നവീകരിച്ച ഖാദി ഗ്രാമസൗഭാഗ്യ ഷോറൂമിന്റെയും ഓണം മേളയുടെയും ഉദ്ഘാടനം നടന്നു. സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആദ്യ വിൽപ്പന മേയർ മുസ്ലിം മഠത്തിൽ നിന്ന് KC സോമൻ നമ്പ്യാർ ഏറ്റുവാങ്ങി. ഓണക്കാലത്ത് 30% സർക്കാർ റിബേറ്റും സമ്മാന പദ്ധതികളുമുണ്ട്. അദ്ദേഹം പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിൽ ഖാദിയുടെ റിബേറ്റ് ഉൾപ്പെടെ കൊടുത്തു നിർത്താൻ ആവശ്യമായ ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചത് നടപ്പാക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നതൊക്കെ നടപ്പാക്കാൻ കഴിയുന്ന മാത്രം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ് സംസ്ഥാനം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസാധ്യം എന്ന് പറയുന്നതൊക്കെ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നാലും അതിനെയെല്ലാം തികഞ്ഞ സമീപനത്തോടെ സമയത്തോടെ സഹിഷ്ണുതയോടെ നേരിടാൻ കരുത്ത് കാണിക്കുന്ന കർമ്മശേഷി കാണിക്കുന്ന ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. ആ നിലയിൽ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ക്ഷേമ പദ്ധതികളുടെയും അതേപോലെ ഇതുപോലെ പരമ്പരാഗത വ്യവസായങ്ങളുടെയും വിവിധ ക്ഷേമ പദ്ധതികളുടെയും എല്ലാം ഉള്ളടക്കങ്ങൾ നമുക്ക് കൊടുത്തു തീർക്കാനുള്ളത് പ്രഖ്യാപിച്ച് ഇപ്പൊ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആശാവർക്കന്മാരുടെ, അംഗൻവാടി വർക്കർമാരുടെ, അതേപോലെ തന്നെ പെൻഷനൊക്കെ അതാത് മാസത്തിൽ കൊടുക്കുന്ന സംവിധാനം വന്നു കഴിഞ്ഞിരിക്കുന്നു. കുടിശ്ശികയുള്ളത് കൊടുത്തു തീർക്കാനുള്ള സമയബന്ധിതമായ ടൈം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഖാദി ഉൾപ്പെടെ പരമ്പരാഗത വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കാൻ പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് വരികയും അതിനനുസരിച്ച് ഖാദി ബോർഡ് നൂതനമായ ആശയങ്ങൾ കൂട്ടൻ വസ്ത്ര വിപണന രൂപവും വളർത്തി ഒട്ടനവധി ആകർഷകമായ ഷോറൂമുകളും നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങി ഇന്ന് നവീകരിച്ച പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം അനാച്ഛാദനവും നൂതന ഖാദി ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ദിവ്യ സമ്മാന കൂപ്പൺ വിതരണോദ്ഘാടനവും നടത്തി. ആദ്യ വിൽപ്പന മേയർ മുസ്ലിം മഠത്തിൽ നിന്നും KC സോമൻ നമ്പ്യാർ ഏറ്റുവാങ്ങി. KVIC സംസ്ഥാന ഡയറക്ടർ CG ആണ്ടവർ മുഖ്യാതിഥിയായി. സുരേഷ് ബാബു എളിയാവൂർ, M. പ്രകാശൻ മാസ്റ്റർ, റഷീദ് കവായി, താവം ബാലകൃഷ്ണൻ, മനോജ് TC, ജോയി കൊന്നക്കൽ, KG ജയപ്രകാശ്, അനിൽകുമാർ, ഗിരിജൻ TK,
അഡ്വക്കേറ്റ് റോജർ സെബാസ്റ്റ്യൻ, ഹമീദ് ചെങ്ങളായി, CP അശോകൻ എന്നിവർ സംസാരിച്ചു. ഖാദി ബോർഡ് ഡയറക്ടർ C സുധാകരൻ, രാജേഷ് KV എന്നിവർ പങ്കെടുത്തു. ഓണക്കാലത്ത് 30% സർക്കാർ റിബേറ്റും സമ്മാന പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് വ്യവസ്ഥയിൽ ഖാദി വസ്ത്രങ്ങളും വാങ്ങാം. ഓണക്കാലത്ത് രാത്രി 8:30 വരെ ഷോറൂം തുറന്നു പ്രവർത്തിക്കും. സിറ്റി ന്യൂസ്, കണ്ണൂർ. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം ഡിവൈഎഫ്ഐ അഴീക്കോട് നോർത്ത് മേഖലാ കമ്മിറ്റിയുടെയും അഴീക്കൽ മേഖലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അഴീക്കോട് പഞ്ചായത്തിലെ 15ഓളം ബസ്സുകൾ സ്നേഹയാത്ര സംഘടിപ്പിച്ചു. വയനാടിന് ഒരു കൈത്താങ് എന്ന പേരിൽ സംഘടിപ്പിച്ച സ്നേഹയാത്ര അഴീക്കോട് MLA KV സുമേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇവിടെ പറഞ്ഞ മഹാദുരന്തമാണ് നമ്മൾ അഭിമുഖീകരിച്ചത്. സർവവും നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങാവുന്നതിന് വേണ്ടിയിട്ടുള്ള പല രൂപത്തിലുള്ള ശ്രമങ്ങളാണ് സംസ്ഥാനത്ത് വിവിധ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ മാതൃകാപരമായി അവർ നടത്തുന്ന മറ്റു പ്രവർത്തനങ്ങളുടെ കൂടെ അഴീക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ബസ് ഓണേഴ്സും അതിൻ്റെ ജീവനക്കാരുമായി സംസാരിച്ച് ഒരു സ്നേഹയാത്രയാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. നന്ദി വാർത്ത. അഴീക്കൽ മേഖലാ സെക്രട്ടറി ഷിസിൽ T, അഴീക്കോട് നോർത്ത് മേഖലാ സെക്രട്ടറി കിരൺ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി MV ലജിത്ത്, CPM ഏരിയ കമ്മിറ്റി അംഗം A സുരേന്ദ്രൻ, LC അംഗങ്ങളായ പുതിയാണ്ടി പവിത്രൻ, AK രഞ്ജിത്ത്, അജിത് പങ്കൻ, T അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ കൈത്തറി ദിനത്തിൽ നെയ്ത്തുകാരന് ആദരം. കിഴുന്ന സെൻട്രൽ LP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയാണ് കതിരൻ സഹദേവനെ ആദരിച്ചത്. ലൈബ്രറി കൗൺസിൽ നേതൃസമിതി പ്രസിഡന്റ് TK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. 15 വയസ്സു മുതൽ നെയ്ത്ത് തൊഴിലിൽ ഏർപ്പെടുകയും കുറ്റിക്കകം, കിഴുന്നപ്പാറ പ്രദേശങ്ങളിൽ പ്രതിസന്ധികളെ മറികടന്ന് കൈത്തറി മേഖല സംരക്ഷിക്കുകയും ചെയ്തതിനാണ് കതിരൻ സഹദേവനെ ദേശീയ കൈത്തറി ദിനത്തിൽ ആദരിച്ചത്. കിഴുന്ന സെൻട്രൽ LP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയാണ് ആദരവ് സംഘടിപ്പിച്ചത്. ലൈബ്രറി കൗൺസിൽ നേതൃസമിതി പ്രസിഡന്റ് TK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് KV ദീപ അധ്യക്ഷത വഹിച്ചു. ജനു ആയിച്ചാൻകണ്ടി, രവീന്ദ്രൻ കിഴുന്ന, R ഉല്ലാസ് ബാബു, KV മൃദുല, P നിഖില തുടങ്ങിയവർ സംസാരിച്ചു. ഏറെ നാളത്തെ മുറവിളിക്ക് ശേഷം കാഞ്ഞിരോട് ബസാറിലെ അപകടകരമായ കെട്ടിടം പൊളിച്ചു മാറ്റാൻ തുടങ്ങി. കാഞ്ഞിരോട് ബസാറിലെ അപകടാവസ്ഥയിലുള്ള നിരവധി കെട്ടിടങ്ങൾ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയാകുന്നത് പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഏറെ നാൾക്ക് ശേഷമാണ് കാഞ്ഞിരോട് ബസാറിലെ ചക്കരക്കൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ അപകടകരമായ കെട്ടിടം ഉടമ തന്നെ പൊളിച്ചു മാറ്റുന്നത്. റോഡ് വികസനത്തിന്റെ ഭാഗമായി സർവേ നടത്തിയെങ്കിലും അലൈൻമെന്റിലെ അവ്യക്തത കാരണമാണ് കെട്ടിട ഉടമകൾ സ്ഥാപനങ്ങൾ പൊളിച്ചു മാറ്റാത്തതെന്നും അവ്യക്തത തുടരുന്നതിനാൽ അപകടം സംഭവിക്കുമെന്ന് കരുതിയും ഗതാഗതം സുഗമമാക്കുന്നതിനും വേണ്ടിയാണ് കെട്ടിടം ഇപ്പോൾ പൊളിച്ചു മാറ്റുന്നതെന്നും ഉടമ പറഞ്ഞു. റോഡ് വരും, അതിൻ്റെ പേരിൽ ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്നുള്ള കണ്ടീഷനിലാണ് ഇതിലുള്ള എല്ലാ വ്യാപാരികളും ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. കാലപ്പഴക്കൊണ്ടൊരു 25-30 വർഷമായിട്ട് 4-5 സർവേ എടുത്ത് പോയതല്ലാതെ ഇന്നേ വരെ അതിൻ്റെ ഗവൺമെൻറ് തലത്തിൽ ഒരു മൂവ്മെൻറ്റ് ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കിയാണ് ഇതിൻ്റെ അപ്പുറം കാത്തു വെച്ചിട്ട് കാര്യമില്ല. ഈ ഒരു ടേണിങ്, ഈ റോഡ് വൈൻഡിങ്ങിൻ്റെ ടൈമിൽ റോഡ് വികസിക്കുന്ന സമയത്ത് ഒരു പ്രപ്പോസലായിട്ട് കുറച്ച് ആൾക്കാർ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ റോഡ് വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിൻ്റെ സൈഡ് കട്ട് ചെയ്ത് തരാം, ഇതേപോലെ ചെയ്തു തരാമെന്നൊക്കെ പറയുകയും അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റായ 2 ലക്ഷം രൂപ അതിൻ്റെ പകുതി നമ്മൾ വഹിക്കുക, പകുതി നിങ്ങൾ സ്ഥലവും തരുന്നു, അതിൻ്റെ കൂടെ പകുതി കോസ്റ്റ് നിങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും അതിൽ നിന്നും യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. സാധാരണ ഗവൺമെൻറ് ഇതുപോലെ തന്നെ ഒരു പുരോഗതി ഇല്ലാത്ത കാരണം നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കുകയും ഈ ഒരു വളവിൻ്റെ ബുദ്ധിമുട്ട് നികത്തിക്കൊണ്ട് ഈ ഷോപ്പ് സ്ട്രെയിറ്റാക്കി മുകൾ ഭാഗം പൊളിച്ച് നികത്തി സൈഡ് നിലനിർത്താനുള്ള ഒരു കണ്ടീഷൻ നമ്മൾ സ്ഥലം ഈ ഒരു റോഡ് ഈ വളവ് നേരെയാക്കാനുള്ള എല്ലാ പരിശ്രമവും നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. ചൂള കാഞ്ഞിരോട് റോഡ് വികസന സമയത്ത് കാഞ്ഞിരോട് ജംഗ്ഷനിലെ ഈ കെട്ടിടം പൊളിക്കാത്തത് കാരണം ചക്കരക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഏറെ പ്രയാസം നേരിടുകയായിരുന്നു. ഇപ്പോൾ കെട്ടിടം പൊളിച്ചു മാറ്റിയാലും റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ കൂടി മാറ്റിയാലേ കെട്ടിടം പൊളിക്കുന്നതിന് ഗുണമുണ്ടാകൂ എന്നും ഇനിയും അപകടകരമായ നിരവധി കെട്ടിടങ്ങൾ കാഞ്ഞിരോടുണ്ടെന്നും എയർപോർട്ട് റോഡ് അലൈൻമെന്റിലെ അവ്യക്തത തന്നെയാണ് കെട്ടിട ഉടമകൾ പൊളിച്ചു മാറ്റാത്തതിന് കാരണമെന്നും പ്രദേശത്തെ വ്യാപാരികൾ പറഞ്ഞു. ഇതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബിൽഡിങ്ങും പൊളിച്ച് പുതിയ ബിൽഡിംഗ് ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങൾ അലൈൻമെൻറ്റ് 4-5 അലൈൻമെൻറ്റ് ഉണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഏതാ അലൈൻമെൻറ്റിനത് ശാശ്വതമായിട്ട് വരുന്നതെന്നുള്ള ഒരു വ്യക്തത ആയിരിക്കുമില്ല. അത് കൃത്യമായിട്ട് ഒന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങും പൊളിച്ച് പുതിയ ബിൽഡിംഗ് വന്ന് നല്ലൊരു ബസാറായി മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാഞ്ഞിരോട് ബസാറിലെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ നിരവധി തവണ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് നോട്ടീസ് നൽകുകയും നടപടിയില്ലാത്തതിനാൽ കലക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. വയനാടിനൊരു കൈത്താങ് എന്ന ബാനറിൽ ISM കണ്ണൂർ ജില്ലാ ടീം മിലാഫിന്റെ നേതൃത്വത്തിൽ വയനാട് പുനരധിവാസത്തിനുള്ള വീട്ടുപകരണങ്ങളുമായി പുറപ്പെട്ടു. ഇസ്ലാഹി കോംപ്ലക്സ് പരിസരത്ത് നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു.
സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായ പ്രവർത്തനത്തിന് ISM കണ്ണൂർ ജില്ലാ ഭാരവാഹികളായ ഹസൻ കുഞ്ഞി അരിപ്പാമ്പ്ര, ഷംസീർ കൈതേരി, സഫ്വാൻ ചാലാട്, അഫ്സൽ കയ്യങ്കോട്, ഫസലുർ റഹ്മാൻ, ഷംസുദ്ദീൻ ഉളിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. KNM കണ്ണൂർ മണ്ഡലം സെക്രട്ടറി നിസാമുദ്ദീൻ, ഫവാസ് സിറ്റി തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തെ വരവേൽക്കാൻ മാടായി പാറയൊരുങ്ങി. പാറയിൽ വീണ്ടും നിറയെ കാക്കപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. മലയാളികൾക്കെന്നും കൺകുളിർക്കെ ആനന്ദം നൽകി വിരിയുന്ന പൂക്കളുടെ ചിത്രം പകർത്താനും മറ്റുമായി നാനാഭാഗത്തു നിന്നും നിരവധി ആൾക്കാർ കുടുംബസമേതമാണ് മാടായിപ്പാറ സന്ദർശിച്ചു പോകുന്നത്. ഇക്കുറി മഴ കനത്തതോടെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറ നീലപ്പൂക്കളുടെ മേലാപ്പണിഞ്ഞു. സാധാരണ കർക്കിടക മാസത്തിലെ വാവുവേളയിൽ തന്നെ പാറയിൽ നീലപ്പൂ വിരിഞ്ഞു തുടങ്ങാറുണ്ട്. ഇതുകൂടാതെ പാറ നീലപ്പൂ, കൃഷ്ണപ്പൂ, തുമ്പപ്പൂ എന്നിവയും ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ണിന് ആനന്ദകരമായൊരു കാഴ്ച തന്നെയാണ്. കാക്കപ്പൂ ഓണത്തോടനുബന്ധിച്ചാണ് പാറയിൽ പൂത്തു നിൽക്കുന്നത്. ഇത് പ്രദേശത്തെ ആകെ നീല മേലാപ്പണിയിക്കും. ഏഴിമലയുടെ താഴ്വാരത്തിലെ ഈ നീലവസന്തം സഞ്ചാരികൾക്കും മറ്റുള്ളവർക്കും ഏറെ ആകർഷകവുമാണ്. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഡ്രോസിറ ഇൻഡിക എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരപിടിയൻ സസ്യം മുതൽ മുക്കുറ്റി, വിഷ്ണുക്രാന്തി ഉൾപ്പെടെയുള്ള സസ്യങ്ങളും അനുഗ്രഹീതവുമായ മാടായിപ്പാറയിൽ വളർന്നു വരുന്നുണ്ട്. ദേശാടന പക്ഷികളുടെ വിരുന്നു കേന്ദ്രം കൂടിയായ മാടായിപ്പാറയിൽ പ്രകൃതി നിരീക്ഷണത്തിനും പഠനത്തിനുമായി ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ എത്തിച്ചേരും. 300ഓളം സസ്യവൈവിധ്യങ്ങൾ മാടായിപ്പാറയിലുണ്ട്. ഓണക്കാലത്ത് മറ്റു നാടൻ പൂക്കളെ ആശ്രയിക്കുന്ന മലയാളികൾ മാടായിപ്പാറയിലെത്തുന്നതും പതിവാണ്. പ്രകൃതി കനിഞ്ഞരുളിയ ഈ ജൈവ ആവാസ കേന്ദ്രത്തെ തകർക്കാനുള്ള ശ്രമവും പല കോണുകളിൽ നിന്നും നടക്കാറുണ്ട്. മാത്രമല്ല, ഉല്ലാസത്തിനും മറ്റുമായി പാറയിലെത്തുന്നവർ വാഹനങ്ങൾ പുൽമേടുകളിലേക്ക് കയറ്റിയിടുന്നതും പാർസൽ ഭക്ഷണങ്ങളുടെ പാത്രങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും പാറയിൽ വലിച്ചെറിയുന്നതും നീലവസന്തത്തിന് ഏറെ ഭീഷണിയായി മാറാറുണ്ട്. എന്നിരുന്നാലും പൂക്കളുടെ ചിത്രം പകർത്താനും മറ്റുമായി നാനാഭാഗത്തു നിന്നും നിരവധി ആളുകളാണ് കുടുംബസമേതം മാടായിപ്പാറയിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 6350 രൂപ, പവന് 50,800 രൂപ, വെള്ളി 86 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴീക്കൽ തുറമുഖം സന്ദർശിച്ച് മന്ത്രി VN വാസവൻ. ഗോഡൌൺ നിർമ്മാണത്തിന് 5.5 കോടി രൂപ. ശുദ്ധജലം ഉറപ്പാക്കാനും പദ്ധതികൾ. തുറമുഖ വികസനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ടെന്നും മന്ത്രി. ഒരു വീട്ടിൽ ഒരു ഖാദി വസ്ത്രം. ഓണക്കാല ഖാദി മേളയ്ക്ക് തുടക്കമായി. സ്റ്റാളിൽ 30% റിബേറ്റും സമ്മാന പദ്ധതികളും. ഓണക്കാലത്തെ പ്രവർത്തനം രാത്രി 8:30 വരെ. കാഞ്ഞിരോട് ബസാറിൽ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. പൊളിക്കുന്നത് അപകടകരമായ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന കെട്ടിടങ്ങൾ. ഇലക്ട്രിക് പോസ്റ്റുകൾ കൂടി മാറ്റണമെന്ന ആവശ്യം. നടപടി വൈകിയത് അലൈൻമെന്റിലെ അവ്യക്തത കാരണം. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.